കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ 41 അധ്യായം 10 വാക്യം തൊട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുന്ന ഇതാണ്. പലരും പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജോലിയെക്കുറിച്ചായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്, നിങ്ങളുടെ വിസ ഇല്ലാത്ത അവസ്ഥയാവാം, നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഇനി എന്ത് ചെയ്യും, മുൻപോട്ടുള്ള ജീവിതം, ഈ കടം എങ്ങനെ തീർക്കും, അപ്പോഴങ്ങനെ പലവിധ പ്രശ്നങ്ങൾ, രോഗം പെട്ടെന്ന് പലവിധ ക്യാൻസർ രോഗം, അങ്ങനെ പലവിധ രോഗത്താലും നമ്മൾ നിൽക്കുമ്പോൾ ഇനി എന്താണ് മുൻപോട്ടുള്ള വഴി, ഇത് എങ്ങനെ ചെയ്യും, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള പല പ്രശ്നങ്ങളാവാം. നമ്മുടെ മക്കളെ ആര് നോക്കും, നമ്മുടെ വീട്ടുകാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നാളത്തെക്കുറിച്ചുള്ള അവസ്ഥ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു ഭീതി ഉണ്ടാക്കാം. ആ സമയത്തെല്ലാം കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വചനം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, നീ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവം നമുക്ക് തരുന്ന ഈ വചനം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ ഈ വചനത്തെ നമ്മുടെ മുറുകെ പിടിക്കുക. ഈ വചനം നമ്മളെല്ലാവരും ക്ലെയിം ചെയ്യുക. എന്ത് പ്രയാസത്തിലും നിങ്ങൾ എന്തിനെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരാണോ, ദൈവം നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഏത് പ്രശ്നത്തിൽ വരുമ്പോഴും ദൈവം നമ്മോട് കൂടെയാകുകയാണ്. ആ നേരം ദൈവം നമ്മളോട് പറയുന്നൊരു വചനം നമ്മളോട് ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. നമുക്ക് ഈ വചനം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നമ്മളെ ശക്തിപ്പെടുത്താനും നമ്മളെ സഹായിക്കാനും വരുന്നൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഏത് പ്രശ്നത്തിലുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദൈവത്തിന് നന്ദി, സ്തുതി.